നമ്മുടെ സകല ദുഃഖങ്ങൾക്കും മൂലകാരണം ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്ന ഈ ശരീരമാണ്. ഈ ശരീരമാണ് ഞാൻ എന്ന ചിന്ത രൂഢമൂലമായിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റേതായ രോഗങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ വിഷമമായിട്ട് മാറുന്നത്. നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ശരീരബോധം വരുന്നത്. മറ്റെല്ലാ സമയത്തും നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെയാണ്. ഈ ശരീരത്തിന് കാര്യമായ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ, അതിൽ നിന്നും സ്വയമേവ വിട്ടുനിൽക്കുകയാണെങ്കിൽ പതിയെ ഈ ശരീരബന്ധം വിട്ടുപോകും. അത് അതിൻ്റെ പ്രാരബ്ധവശാൽ ചലിക്കും. ഞാൻ അതിൽ നിന്നും സ്വതന്ത്രമായ കേവലാനുഭവമായ ഉണ്മയായി നിൽക്കും. ഇങ്ങനെ സർവത്ര സ്വതന്ത്രമായ അസ്തിത്വമായി നിൽക്കലാണ് ഈശ്വരത്വം അഥവാ അദ്വൈത സാക്ഷാത്കാരം. അവിടെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ശ്രദ്ധ വീണ്ടും മനോമണ്ഡലത്തിലേക്ക് പതിക്കുമ്പോൾ വീണ്ടും ഈ സംസാരം കടന്നു വരും. അവിടെ വിഷമങ്ങളുണ്ടാവും, പ്രാരബ്ധം അനുഭവിക്കുന്ന ആളുണ്ടാവും. ഉറക്കത്തിൽ നമ്മൾ എങ്ങനെയാണോ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ശരീരമല്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഈ ജാഗ്രതയിൽ ശരീരത്തിന് വിട്ടുനിൽക്കാൻ പരിശീലിച്ചാൽ സുഷുപ്തിയുടെ ആ അവ്യക്തമായ സുഖം നല്ല വ്യക്തമായ പരമസുഖത്തിന് വഴിമാറും. അതുതന്നെ നിത്യശാശ്വതമായ ആനന്ദമെന്ന് നമുക്ക് സുവ്യക്തമായി ബോധ്യപ്പെടും. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, സുസുഖം കർത്തും അവ്യയം. അർജുന, അവ്യയവും അനന്തവുമായ ഈ വിദ്യ വളരെ വളരെ സുലഭമാണ്. നല്ലവണ്ണം പരിശീലിച്ചാൽ സ്വായത്തമാക്കാൻ വളരെ എളുപ്പമാണ്. ഗീതയും ഭാഗവതവും രാമായണവും മഹാഭാരതവും എല്ലാം നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഈ നശ്വരമായ ശരീരത്തെ, ഈ ശരീരം വീണു പോകും മുമ്പെങ്കിലും ഉപേക്ഷിക്കൂ. അതിനും അപ്പുറമുള്ളതും നിങ്ങൾക്ക് സദാ സ്വന്തമായിട്ടുള്ളതുമായ ശാശ്വതമായ ആ സുഖത്തെ അനുഭവിക്കൂ എന്ന്.